ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൗദിയിലെ നേഴ്സായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് എക്സാമാണ് പാസ്സാവേണ്ടതെന്നാണ്. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ആര്യ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ആൾക്ക് ഫുള്ള് കൺഫ്യൂഷനാണ്. പ്രോമെട്രി ആണോ, MOH ആണോ, MOD ആണോ, എന്ത് എക്സാമാണ് എഴുതേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ് എന്ന്. അപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബേസിലേക്ക് എടുക്കുന്നുണ്ട്. സ്റ്റിൽ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു വീഡിയോ ഒരാൾക്ക് യൂസ്ഫുൾ ആവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണല്ലോ. പിന്നെ ഇതൊരു ഉപദേശമോ കാര്യങ്ങളൊന്നല്ല. ഞാനിവിടെ ഇത്രയും ഇതിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്തിരി കൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എടുക്കേണ്ട ആൾക്കാർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സൗദിക്ക് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്സാമാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ടോപ്പിക് എന്ന് പറയുന്നത് സൗദിക്ക് വരാൻ വേണ്ടിയിട്ട് എന്താണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾ സൗദിക്ക് വരാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ചൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. പ്രൈവറ്റ് ആണോ, MOH ആണോ, MOD ആണോ, അതോ MOU ആണോ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ നേഴ്സ് ഉണ്ട്, അത് കൂടുതലും മെയിൽസിനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ഹോസ്പിറ്റലിലേക്ക് ഏതാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് ഫസ്റ്റ് കൺഫേം ചെയ്യുക. ഇനി MOH ആണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, അവിടെ റിക്രൂട്ട് ചെയ്യുന്നത് സൗദിയിലുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ എല്ലാ ഹോസ്പിറ്റലിലേക്കും വേണ്ടിയിട്ടാണ് ഈ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അവർ നടത്തുന്നത്. ചില സമയത്ത് ഓൺലൈൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് ആ എല്ലാ ഹോസ്പിറ്റലിലേക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ സ്റ്റാഫുമാർ നാട്ടിൽ വരും. കൊച്ചിയിൽ, ബാംഗ്ലൂർ, ഡൽഹിയൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഡേ തന്നെ മാക്സിമം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇൻ്റർവ്യൂവിലുള്ളത് റിട്ടേൺ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അത് രണ്ടും പാസ്സായി കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ കിട്ടും. ഈ 2 എക്സാമും നമ്മൾ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും. നമ്മൾ ഓക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ ഫ്ലോയും അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക, അവർ വിസ അടിക്കും. പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് നമുക്ക് അയച്ചു തരും. അപ്പോൾ അതാണ് MOH എന്ന് പറയുന്നത്. MOH എന്ന് പറയുന്നത് സൗദിയിലുള്ള എല്ലാ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലിലേക്കാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബൾക്കായിട്ട് ഒരു 500-600 സ്റ്റാഫിനെയൊക്കെ ഒരൊറ്റ ഇയറിൽ തന്നെ അവർ റിക്രൂട്ട് ചെയ്യും. പക്ഷേ ബാക്കിയുള്ള 3 അതായത് MOU, MOD, അതുപോലെ തന്നെ പ്രൈവറ്റ്, അത് അവരുടെ ഹോസ്പിറ്റലിലേക്ക്, അതായത് ഒരൊറ്റ ഹോസ്പിറ്റലിലേക്ക് 20-30 സ്റ്റാഫിനെയാണ് അവർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. MOH എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഒരു ബൾക്കായിട്ടാണ് ഇവർ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുന്നു, കിട്ടുന്നു. അല്ലെങ്കിൽ MOU, MOD, പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനായാലും സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ഹോസ്പിറ്റലിലേക്ക് സെപ്പറേറ്റ് ആണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും പാസ്സാവുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും അവർക്ക് കിട്ടി എന്നിട്ട് സൗദിക്ക് വരണതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോമെട്രി എക്സാം എഴുതുക എന്നുള്ളതാണ്. പ്രോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദിയിൽ വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള എക്സാമാണ്. നമ്മുടെ നാട്ടിൽ കേരള രജിസ്ട്രേഷൻ, കർണാടക രജിസ്ട്രേഷൻ ഇതൊക്കെ ചെയ്യാറുണ്ട്. കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനൊക്കെ. അതെന്ന് പറയുന്നത് നമ്മുടെ അവിടെ അതായത് കേരളത്തിൽ വർക്ക് ചെയ്യാനുള്ള ഒരു രജിസ്ട്രേഷനാണത്. അതുപോലെ തന്നെ സൗദിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സൗദി നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോമെട്രി എക്സാം എഴുതുന്നത്. അത് ഈ 4 ഏത് കിട്ടിയാലും നമ്മൾ ഈ എക്സാം എഴുതണം. അതിന് നാട്ടിൽ നിന്ന് എഴുതണമെങ്കിൽ എഴുതാം, അല്ല ഇവിടെ വന്നിട്ട് എഴുതണമെങ്കിൽ എഴുതാം. ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ എഴുതി അതിന് ശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. MOU, MOD എഴുതാന്ന് നമുക്ക് ഇത്തിരി കൂടി പ്രിഫറൻസ് കിട്ടും. ഓക്കെ ഈ കുട്ടി പ്രോമെട്രി പാസ്സായതാണ്, രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്, ആപ്ലിക്കൻ്റ് ആണ്. അപ്പോൾ അവർ പ്രിഫർ ചെയ്യും നമ്മൾ കൂടുതൽ. അപ്പോൾ നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ല, നിങ്ങൾക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളിവിടെ വന്നതിന് ശേഷമാണെങ്കിൽ പോലും എക്സാം എഴുതി പാസ്സാവുന്നതേ ഉള്ളൂ. പക്ഷേ വിത്തിൻ 1 ഇയർ എക്സാം എഴുതി പാസ്സാവാൻ നിങ്ങൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നിർത്തത്തില്ല. 1 ഇയറാണ് ഇവിടുത്തെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അല്ല, 1 ഇയറാണ് നിങ്ങൾക്ക് തരുന്ന സമയം. അപ്പോൾ ആ ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾ എക്സാം എഴുതി പാസ്സായി ഇവിടുത്തെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഡിഫറൻസ്.
പ്രോമെട്രി എന്ന് പറയുന്ന സംഭവം ഇവിടെ വർക്ക് പെർമിറ്റ്, ഇവിടുത്തെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള എക്സാമാണ്. അതെന്തായാലും എഴുതണം. അത് നിങ്ങൾക്ക് ഇന്റർവ്യൂ പാസ്സാവുന്നതിന് മുൻപ് എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ കിട്ടിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് എഴുതാം. നാട്ടിൽ വെച്ച് എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എഴുതാം. ഇവിടെ വന്നതിന് ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 ഇയറിന് അത് എക്സാം പാസ്സായി രജിസ്ട്രേഷൻ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗദിയിൽ പേഴ്സണൽ ലോൺ കിട്ടും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വരുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ MOHന്റെ ഒക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നിങ്ങളിവിടെ വന്നതിന് ശേഷം പ്രോമെട്രി അറ്റൻഡ് ചെയ്യാതെ അതിന് മുന്നേ പേഴ്സണൽ ലോൺ എടുത്ത് വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു റൂമർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, പേഴ്സണൽ ലോൺ ഉള്ള കുട്ടികളെ മാക്സിമം ഇവിടെ തോൽപ്പിച്ച് വിടുന്നത്, അതായത് ഫെയിലാക്കി വിടും. അതായത് അവർ വരുന്നു, പേഴ്സണൽ ലോൺ എടുക്കുന്നു, അത് കഴിഞ്ഞ് പ്രോമെട്രി എക്സാം എഴുതാൻ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലാവുന്നു, സെക്കൻഡ് അറ്റംപ്റ്റ് ഫെയിലാവുന്നു, ഇങ്ങനെ ഫെയിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. 3rd ഉം 4th ഒക്കെ അറ്റംപ്റ്റ് ചെയ്യണ സമയത്താണ് അവർ പാസ്സാവുന്നത് എന്നൊക്കെ പറഞ്ഞ് 3 അറ്റംപ്റ്റ് ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫെയിലാവുന്നു എന്നൊക്കെ ഉള്ള ഒരു റൂമർ ഇവിടെ നടക്കുന്നുണ്ട്. സോ നിങ്ങൾ വരിക, പ്രോമെട്രി എക്സാം എഴുതുക, രജിസ്ട്രേഷൻ എടുക്കുക, ഇവിടെ സെറ്റ് ആവുക. അതിനുശേഷം ലോണും കാര്യങ്ങളൊക്കെ എടുക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു ബേസിൽ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നമുക്ക് ജോലിയാണല്ലോ. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവായിട്ട് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ പ്ലീസ് സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ലൈക്ക്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.